വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തുടർഭരണം ലക്ഷ്യമിട്ട് LDF തങ്ങളുടെ പ്രകടന പത്രിക പുറത്തിറക്കി. സാധാരണക്കാരെയും യുവജനങ്ങളെയും ഒരേപോലെ ചേർത്ത് പിടിക്കുന്ന വാഗ്ദാനങ്ങളാണ് പത്രികയുടെ ആകർഷണം. കേരളത്തിൽ പഠിച്ചാൽ ജോലി ഉറപ്പ് എന്ന മുദ്രാവാക്യത്തിലൂടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വൻ മാറ്റങ്ങളാണ് മുന്നണി വിഭാവനം ചെയ്യുന്നത്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പോലുള്ള ഗുണഭോക്താക്കൾക്ക് വലിയ ആശ്വാസം നൽകുന്ന പ്രഖ്യാപനങ്ങളാണ് പത്രികയിലുള്ളത്. നിലവിലെ ക്ഷേമ പെൻഷൻ ഘട്ടം ഘട്ടമായി 3000 രൂപയിലേക്ക് ഉയർത്തുമെന്ന് LDF ഉറപ്പു നൽകുന്നു. പാവപ്പെട്ടവരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനും സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കുന്നതിനും ഇത് സഹായിക്കുമെന്ന് മുന്നണി നേതാക്കൾ പറഞ്ഞു. വിദ്യാഭ്യാസത്തിനായി വിദേശത്തേക്ക് പോകുന്ന രീതിക്ക് മാറ്റം വരുത്താൻ ലക്ഷ്യമിട്ടുള്ള വിപ്ലവകരമായ പദ്ധതികളാണ് LDF വാഗ്ദാനം ചെയ്യുന്നത്. വിദ്യാഭ്യാസവും തൊഴിലും തമ്മിലുള്ള ബന്ധം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത് കൊണ്ടുവരാൻ പോകുന്നത്. ഉന്നത വിദ്യാഭ്യാസത്തിന് ശേഷം ഓരോ വിദ്യാർത്ഥിക്കും അവരുടെ അഭിരുചിക്കനുസരിച്ചുള്ള തൊഴിൽ കേരളത്തിൽ തന്നെ ലഭ്യമാക്കാൻ സർക്കാർ മുൻകൈയെടുക്കും. ഇതിനായി സർവകലാശാലകളെയും പ്രമുഖ വ്യവസായ ഗ്രൂപ്പുകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രത്യേക പോർട്ടൽ നിലവിൽ വരും. ആർട്സ് ആൻഡ് സയൻസ് മേഖലകളിൽ ബിരുദതലം വരെ സൗജന്യ വിദ്യാഭ്യാസം ഉറപ്പാക്കാനും പഠനത്തോടൊപ്പം പ്രായോഗിക പരിശീലനം നൽകുന്നതിനായും ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും മിനി ഇൻഡസ്ട്രിയൽ പാർക്കുകൾ സ്ഥാപിക്കും. അടുത്ത 5 വർഷത്തിനുള്ളിൽ 20 ലക്ഷം സ്ത്രീകൾക്ക് ശമ്പളമുള്ള തൊഴിൽ ഉറപ്പാക്കാൻ വിജ്ഞാന കേരളം പദ്ധതി വിപുലീകരിക്കും. ഇവയൊക്കെയാണ് വിദ്യാഭ്യാസ മേഖലയിൽ ഉൾപ്പെട്ടിരിക്കുന്ന മാറ്റങ്ങൾ. 2025 നവംബർ 1 കേരളം അതിദാരിദ്ര്യ വിമുക്തമായി പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഇനി സമ്പൂർണ്ണ ദാരിദ്ര്യരഹിത കേരളം എന്ന ലക്ഷ്യത്തിലേക്ക് നീങ്ങുമെന്നും വീടില്ലാത്ത എല്ലാ കുടുംബങ്ങൾക്കും ലൈഫ് മിഷൻ പദ്ധതി വഴി വീട് ഉറപ്പാക്കുമെന്നും നിലവിൽ 4.71 ലക്ഷം വീടുകൾ പൂർത്തിയാക്കിയ പദ്ധതിയുടെ അടുത്ത ഘട്ടം ഉടൻ ആരംഭിക്കുമെന്നും സാമൂഹ്യ സുരക്ഷയും ക്ഷേമവുമായി ബന്ധപ്പെട്ട് സർക്കാർ വാഗ്ദാനം നൽകി. പശ്ചാത്തല വികസനം ഉറപ്പാക്കുന്നതിനായി കേരയിൽ മാതൃകയിലുള്ള അതിവേഗ റെയിൽ ഗതാഗതം കേരളത്തിന്റെ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമാണെന്ന് പത്രിക വ്യക്തമാക്കുന്നു. സിൽവർ ലൈൻ പദ്ധതിക്ക് സമാനമായ ഉന്നതതല ഗതാഗത സംവിധാനങ്ങൾ നടപ്പാക്കാൻ ശ്രമിക്കും. ജലസംരക്ഷണത്തിനായി പുഴകളും കായലുകളും വീണ്ടെടുക്കുന്നതിനും ജലസ്രോതസ്സുകൾ മലിനീകരണ മുക്തമാക്കുന്നതിനും വിപുലമായ പദ്ധതികൾ സ്വീകരിക്കും. 100% ശാസ്ത്രീയ മാലിന്യ സംസ്കരണം എല്ലാ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും നടപ്പാക്കും. ഇവയാണ് മറ്റ് വാഗ്ദാനങ്ങൾ. ഇതിനൊക്കെ പുറമെ കേരളത്തിലെ എല്ലാ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ 100% ഫാമിലി ഹെൽത്ത് സെന്ററുകളാക്കി ഉയർത്താൻ സർക്കാർ ലക്ഷ്യമിടുന്നു. ഇതിലൂടെ ഉച്ചയ്ക്ക് ശേഷവും OP സൗകര്യം ലഭ്യമാക്കും. കിടപ്പിലായ രോഗികൾക്ക് പതിവ് പരിശോധനകളും മരുന്നുകളും അവരുടെ വീട്ടുപടിക്കൽ ഉറപ്പാക്കാൻ ഡിജിറ്റൽ ഗ്രിഡ് സംവിധാനം കൊണ്ടുവരും. കൂടാതെ പ്രായമായവർക്ക് ആധുനിക ചികിത്സയും സാമൂഹിക സുരക്ഷയും ഉറപ്പാക്കാൻ ഹെൽത്തി ഏജിംഗ് നയം നടപ്പിലാക്കുമെന്നും പത്രികയിൽ പറയുന്നു. കേരളത്തിന്റെ വികസന തുടർച്ചയ്ക്കായി ജനങ്ങൾ LDFനെ വീണ്ടും തിരഞ്ഞെടുക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് മുന്നണി നേതൃത്വം. ഉന്നത വിദ്യാഭ്യാസം തേടി വിദ്യാർത്ഥികൾ വിദേശങ്ങളിലേക്ക് കുടിയേറുന്നത് തടയാനും ഈ വാഗ്ദാനങ്ങളിലൂടെ സാധിക്കുമെന്ന് പത്രിക ചൂണ്ടിക്കാട്ടുന്നു. ഉന്നത വിദ്യാഭ്യാസം, തൊഴിൽ, സാമൂഹ്യക്ഷേമം എന്നിവയ്ക്ക് മുൻഗണന നൽകുന്ന വിപുലമായ പദ്ധതികളാണ് പ്രകടന പത്രികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. വികസിത കേരളം, വിജ്ഞാന കേരളം എന്ന മുദ്രാവാക്യമുയർത്തി അവതരിപ്പിച്ച ഈ പ്രകടന പത്രിക കേരളത്തെ 2ാം വികസിത രാജ്യങ്ങളുടെ നിരയിലേക്ക് ഉയർത്താനുള്ള ഒരു റോഡ് മാപ്പായാണ് LDF വിശേഷിപ്പിക്കുന്നത്. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ മറ്റു മുന്നണികളും തങ്ങളുടെ വാഗ്ദാനങ്ങൾ പുറത്തുവിടുന്നതോടെ കേരളത്തിലെ രാഷ്ട്രീയ ചിത്രം കൂടുതൽ വ്യക്തമാകും.